നമസ്കാരം. 2 ദിവസം നീണ്ടുനിന്ന പ്രോഫിറ്റ് ബുക്കിംഗിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ഇൻഡെക്സ് 0.6% ഉയർന്ന് 21,658 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെൻസെക്സ് ഇന്ന് 0.69%, ബാങ്ക് നിഫ്റ്റി 1%, നിഫ്റ്റി റിയാലിറ്റി 6% ഉയർന്നാണ് ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് സ്മാൾ ക്യാപ് ഇൻഡെക്സുകളും 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1400ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 780ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1513 കോടിയുടെ ബൈയിങ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1387 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഓവറോൾ മാർക്കറ്റിൽ ഇന്ന് നെറ്റ് ബൈയിങ് ആണ് നടന്നത്. ഇന്ന് ഇൻഡെക്സ് 0.6% ഉയരാനുള്ള പ്രധാന കാരണം ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ്. HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇൻഫോസിസ്, എയർടെൽ പോലുള്ള കമ്പനികൾ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ കമ്പനികൾക്ക് ഇൻഡെക്സിൽ വെയിറ്റേജ് കൂടുതലാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇൻഡെക്സ് 0.66%ഓളം ഉയർന്നത്. സെക്ടോറൽ ഇൻഡിസസ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ്. ബാങ്കുകൾ പുറത്തുവിട്ട ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് ഡേറ്റ പ്രകാരം ഹെൽത്തി ഹൗസിംഗ് ലോണിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും റിയൽ എസ്റ്റേറ്റ് കാറ്റഗറിയിലും റെസിഡൻഷ്യൽ കാറ്റഗറിയിലുമുള്ള ലോണുകളുടെയും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കാറ്റഗറിയിലുമുള്ള പ്രോപ്പർട്ടികളുടെയും വില വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇന്ന് മികച്ച പെർഫോമൻസ് നടത്തിയ ചില സ്റ്റോക്കുകളെയും ആ സ്റ്റോക്കുകളിൽ വന്ന റാലിക്ക് പിന്നിലെ കാരണങ്ങളെയും പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇന്ന് 4.25% ഉയർന്ന് 7698 ക്ലോസിംഗ് നൽകി. 4.76 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.63, ഡിവിഡൻഡ് ഈൽഡ് 0.39%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 8192, 52 വീക്ക് ലോ 5485. ബജാജ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 35% ഉയരുകയും 3 ലക്ഷം കോടി എന്ന മൈൽ സ്റ്റോൺ കമ്പനി മറികടക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ബജാജ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 3.11 ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെ ടോട്ടൽ ഫ്രാഞ്ചൈസി 22%ഓളം വളർന്നു. കമ്പനിയുടെ ക്ലയൻറ്റ് അക്വിസിഷൻ റേറ്റ് 31 ലക്ഷത്തിൽ നിന്നും 38 ലക്ഷത്തിലേക്ക് ഉയരുകയും ബജാജ് ഫിനാൻസിൻ്റെ ഡെപ്പോസിറ്റ് 35% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 58,000 കോടിയായി മാറുകയും ചെയ്തു. ഇതുകൂടാതെ കമ്പനിയുടെ ന്യൂ ലോൺ ബുക്ക് റേറ്റിൽ ഇയർ ഓൺ ഇയറിൽ 26% വളർച്ചയുണ്ടായി. 98.6 ലക്ഷം രൂപയുടെ ലോണുകളാണ് കമ്പനി ഇതുവരെയും ഇഷ്യൂ ചെയ്തത്. മോത്തിലാൽ ഓസ്വാൾ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിന് ഇന്ന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. റീസെൻ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇ-കോം, ഇൻസ്റ്റാ EMI കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുള്ള ലോൺ ഡിസ്പേഴ്സലിൽ നിന്നും ബജാജ് ഫിനാൻസിനെ വിലക്കിയിരുന്നു. പക്ഷേ ഈ വിലക്ക് കമ്പനിയെ അത്ര പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ മോത്തിലാൽ ഓസ്വാൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. ബജാജ് ഫിനാൻസിൻ്റെ ബാലൻസ് ഷീറ്റും ഇൻടാക്റ്റ് ആണ്. ലിക്വിഡിറ്റി പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ 10,000 കോടി രൂപ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി സമാഹരിച്ചിരുന്നു. അതിനു മുൻപേ 1200 കോടി രൂപ പ്രിഫറൻഷ്യൽ ഷെയർ ഇഷ്യൂ വഴിയും കമ്പനി നേടിയിരുന്നു. അതോടൊപ്പം തന്നെ നവംബർ മാസത്തിൽ 8,800 കോടി രൂപ QIP വഴി കമ്പനി സമാഹരിച്ചിരുന്നു. ബജാജ് ഫിനാൻസ് കൂടാതെ ഇന്ന് മികച്ച പെർഫോമൻസ് നടത്തിയ മറ്റൊരു സ്റ്റോക്കാണ് ഇൻഫോസിസ് ഇന്ന് 1.54% ഉയർന്ന് 1513 ക്ലോസിംഗ് നൽകി. 6.26 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.30, ഡിവിഡൻഡ് ഈൽഡ് 2.35%. 52 വീക്ക് ഹൈ 1619, 52 വീക്ക് ലോ 1185. JP മോർഗൻ അപ്രതീക്ഷിതമായി IT സെക്ടറിൻ്റെ റേറ്റിംഗ് ഉയർത്തിയതും ഇൻഫോസിസ്, L&T ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഓവർ വെയ്റ്റഡ് റേറ്റിംഗ് നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് IT സെക്ടറിൽ പ്രത്യേകിച്ചും ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. TCS, SCL ടെക്, എംഫസിസ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം തുടങ്ങിയ കമ്പനികളെ മുമ്പ് JP മോർഗൻ അണ്ടർ വെയ്റ്റ് സ്റ്റാറ്റസിലായിരുന്നു ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഇവയെ ന്യൂട്രൽ സ്റ്റാറ്റസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം, അതായത് 2024 വർഷത്തോടുകൂടി ആരംഭിക്കുന്ന റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ കമ്പനികൾ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്.
അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള ഡിമാൻഡ് വരും സമയങ്ങളിൽ ഉയരുന്നതും കമ്പനികൾ കോസ്റ്റ് സേവിംഗ് മെഷറുകൾ നടത്തുന്നതും വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ IT സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സും IT കമ്പനികൾക്ക് അനുകൂലമായാണ് ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ച കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഇൻഫോസിസ് പോലുള്ള IT സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് നെഗറ്റീവ് റേറ്റിംഗ് നൽകിയിരുന്നു. അവിടെ ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെ പ്രൊജക്റ്റഡ് റവന്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിയുമെന്നായിരുന്നു കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറഞ്ഞത്. ഇവിടെ ഇൻഫോസിസിൻ്റെ റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 1.9%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.2% ഇടിഞ്ഞേക്കും. വിപ്രോയുടെ റവന്യൂ ഗ്രോത്ത് 6.9%, ഇയർ ഓൺ ഇയറിൽ 6.9%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.7% ഇടിഞ്ഞേക്കും. ടെക് മഹീന്ദ്രയുടെ റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 8.8%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1%. എംഫസിസിൻ്റെ റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 9.4%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 0.5% ഇടിഞ്ഞേക്കും എന്നാണ് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങും പ്രൊജക്റ്റ് കട്ടിൻ്റെയും പശ്ചാത്തലത്തിലായിരിക്കും IT സെക്ടറിലെ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുകയെന്നും 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഹാഫ് ഇയറോട് കൂടി മാത്രമേ IT സെക്ടറിൽ നിന്നും നമ്മൾക്കൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവൂ എന്നുമാണ് ലാസ്റ്റ് റിപ്പോർട്ടിൽ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറഞ്ഞത്. ഇവിടെ 2 ബ്രോക്കേജ് ഏജൻസികളും വ്യത്യസ്തമായ അഭിപ്രായമാണ് വെച്ച് പുലർത്തുന്നത്. അതേസമയം IT സെക്ടറിലെ സ്റ്റോക്കുകൾ വാല്യൂഷനിൽ ലഭിക്കുകയും ലോങ് ടൈം ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയതിൻ്റെയും പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളെ താൽപ്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്